അപ്പോൾ നാട്ടിലെ ഒരു 6 ഡേയ്സ് വാസത്തിന് ശേഷം നാടിനോടും വീട്ടുകാരോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞാൻ തിരിച്ചു പോവാണ്. ഡയറക്റ്റ് ദുബായിലേക്കല്ല, ചെന്നൈയിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു നാഷണൽ കോൺഫറൻസ് ഉണ്ട്, അത് എനിക്ക് അറ്റൻഡ് ചെയ്യണം. അതുപോലെ തന്നെ അവിടെ കുറച്ച് ഗൈഡിനെയൊക്കെ എനിക്ക് കാണാനുണ്ട്. അപ്പോൾ ആ ഒരു കുറച്ച് അധികം കാര്യങ്ങളുണ്ട് അവിടെ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ടാണ് ചെന്നൈയിലേക്ക് പോകുന്നത്. പിന്നെ ചെന്നൈയിൽ നിന്ന് ഏട്ടൻ ചെന്നൈയിലേക്ക് വരും. നാട്ടിലേക്ക് വരാൻ മാത്രം ഏട്ടന് ലീവില്ല. അപ്പം ചെന്നൈയിലേക്ക് ഏട്ടൻ വന്നിട്ട് നമ്മൾ നേരെ ദുബായിലേക്ക് പോകും. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ എയർപോർട്ടിലെത്തി. കണ്ണൂർ എയർപോർട്ടിൽ നിന്നാണ്, ഇൻഡിഗോ ആണ് നമ്മളെടുത്തത്. അപ്പം ഭയങ്കര സങ്കടമായിരുന്നു ഈ ഒരു ഡേ. കാരണം വീട്ടുകാരെല്ലാം വിട്ട് എത്ര ദിവസമാണെങ്കിലും നമുക്ക് അവരെ കണ്ടിട്ട് തിരിച്ചു പോകുമ്പോൾ ഒരു വിഷമം തന്നെയാണല്ലോ. അപ്പോൾ ഇതാ എയർപോർട്ടിലെത്തി. അപ്പോഴാണ് അറിഞ്ഞത് ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ഉണ്ട്, ഒരു ½ ആൻ അവർ. അപ്പോൾ ഞാൻ വിളിച്ച് വെറുതെ കൊടുത്തിരിക്കണ്ടല്ലോ എന്ന് വെച്ച് നേരെ ലോഞ്ചിലേക്ക് വന്നു. ലോഞ്ചിൽ പേൾ ലോഞ്ചാണെന്ന് തോന്നുന്നു. അതെ, പേൾ ലോഞ്ചാണ് ഇവിടെ കണ്ണൂർ എയർപോർട്ടിൽ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ 11 o'clock ഇപ്പം ഡിലേ ആയിട്ട് മെസ്സേജ് വന്നിരിക്കുന്നത്. ഇനിയും ഡിലേ ആവുമോ അറിയില്ല. അപ്പം നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വന്നേ. എന്നാലും കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് ഇരിക്കുന്നു. ടൈം ഉണ്ടല്ലോ എന്തായാലും. ഓക്കേ, സോ ഇതാണ് പേൾ ലോഞ്ച്. ഞാൻ ആക്ച്വലി കണ്ണൂരിൽ നിന്ന് ഇതേപോലെ മുന്നേ കുഞ്ഞുണ്ടായിട്ടൊരു 1 month ഞാൻ ചെന്നൈക്ക് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വന്നപ്പോൾ ഈ ഒരു ലോഞ്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, തിരക്കേടില്ലാത്തൊരു ലോഞ്ച്. വലിയ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു മീഡിയം. നമ്മൾ ബോർഡിങ് പാസ്സൊക്കെ നേരത്തെ കിട്ടി. ആഫ്റ്റർ 1 hour ശേഷം നമ്മളതാ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകുമ്പോൾ അവിടെ ഞാൻ വരുന്നന്ന് അത്ര വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എന്തുകൊണ്ടാണ് ഇത്ര ഡിലേ ആയെന്നറിയില്ല. ഈ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ മൊത്തം ഈ പറഞ്ഞ പോലെ ഫ്ലൈറ്റ് കിട്ടാത്തതും ഡിലേ ആവലും കൊണ്ടൊക്കെ തന്നെ ഒരു സുഖം ഉണ്ടായിട്ടില്ല യാത്രയിൽ. അപ്പോൾ അത് കയറി ഞാൻ ജസ്റ്റ്. അപ്പോൾ എനിക്കൊരു എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഒരാളെ കിട്ടാറുണ്ട് സംസാരിക്കാൻ. അതുപോലെ ഇന്ന് എനിക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ചേച്ചി കൊൽക്കത്തയിലേക്ക് പോകുന്നതാണ്, ചെന്നൈയിൽ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റ്. അപ്പോൾ അതെ, ഞാനും കുഞ്ഞിപ്പെണ്ണും ഫ്ലൈറ്റ് കയറി. പിന്നെ ചെന്നൈ ലാൻഡ് ചെയ്തു. പിന്നെയുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ കുറച്ച് ലേറ്റ് ആവുമായിരുന്നു വരാൻ. അപ്പോൾ ഏട്ടൻ എന്നോട് പറഞ്ഞു, നീ നേരെ ചെന്നൈയിൽ ഓൾറെഡി റൂമും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ നേരെ റൂമിലേക്ക് പൊക്കോന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ റൂമിലേക്ക് പോയി ഫുഡൊക്കെ വാങ്ങി കഴിച്ചു. ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഏട്ടനെ വെയിറ്റ് ചെയ്തു. ഏട്ടൻ വന്നതിന് ശേഷം കുഞ്ഞിപ്പെണ്ണിൻ്റെ സന്തോഷവും കുറേ 9 days കാണാണ്ടിരുന്നല്ലോ. അപ്പം കുഞ്ഞിപ്പെണ്ണ് എന്താ പറയുക, അച്ഛനെ കണ്ട ഒരു സന്തോഷവും ഭയങ്കര, എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷം തോന്നി ആ ഒരു മൊമെൻറ്റ് ക്യാപ്ചർ ചെയ്തപ്പോഴും കണ്ടപ്പോഴും. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഹോട്ടലിനെ കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഓൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും പോയി കാണണേ. പിന്നെ ഇത് നമ്മൾ അന്ന് രാത്രി ഭയങ്കര ടയേർഡായിരുന്നു എല്ലാവരും. കിടന്നൊക്കെ ഉറങ്ങി. രാവിലെ ഒരു ചായ കുടിക്കാന്നുള്ള രീതിയിൽ പുറത്തേക്ക് ഇറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഹോട്ടലിൽ തന്നെ. പക്ഷേ എന്നാലും ഒരു കാൽ ചായ കുടിക്കാനുള്ള രീതിയിൽ ഈ നമ്മുടെ ചെന്നൈ പട്ടണം ഒന്ന് കാണാനുള്ള രീതിയിൽ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി. നല്ല രസമായിരുന്നു കേട്ടോ. രാവിലെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കുഞ്ഞു റോഡാണ്. അതായത് ഒരു ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്കുള്ള ഒരു ഹോട്ടലാണത്. അപ്പോൾ ഇത് നമ്മൾ ചായ കുടിച്ചു. പിന്നെ കുഞ്ഞിപ്പെണ്ണിന് എന്തെങ്കിലും കൊടുക്കണമല്ലോ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് ഞാൻ മുട്ട ഡെയിലി കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി മുട്ട അന്വേഷിച്ച് പോയി. അപ്പോൾ അവിടെ നമ്മൾ മുട്ട വാങ്ങി. റൂമിൽ കെറ്റിലുണ്ടായിരുന്നു, അങ്ങനെ അത് പുഴുങ്ങാലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് പോകുന്ന വഴിക്ക് അവിടെ ഒരു കോവിലൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ജസ്റ്റ് നമ്മൾ തൊഴുതു. പിന്നെ ഇവിടെ ഒരു ചെറിയ കുഞ്ഞ് കടയുണ്ട്. ആ ഒരു കടയിൽ നമ്മൾ കുറച്ച് വെള്ളവും അല്ലാതെ ചില്ലറ ബിസ്ക്കറ്റും അങ്ങനെ എന്തൊക്കെ വാങ്ങി. പിന്നെ അപ്പോൾ ഇത് ഇവിടെ എന്തോ സംതിങ് അവരെന്തോ പരിപാടിയെന്ന് അറിയില്ല. അവരെന്തോ അവിടെ കുറച്ച് പേര് കൂട്ടം കൂടി നിന്ന് എന്തൊക്കെയോ ഒരു പ്രതിമ പോലത്തെ സംഭവങ്ങളൊക്കെ കയ്യിലുണ്ടായി. എനിക്കറിയില്ല എന്താണെന്ന്. എന്നിട്ട് അവരൊക്കെ ഈ കുരുത്തോലയും സംഭവങ്ങളൊക്കെ കൊണ്ട് വണ്ടിയിലേക്ക് എല്ലാവരും കയറുന്നുണ്ടായിരുന്നു. അത് ജസ്റ്റ് കണ്ടു. പിന്നെ ചെന്നൈയിലെ ക്ലൈമറ്റ് അന്ന് നല്ല ക്ലൈമറ്റായിരുന്നു, മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഭയങ്കര ചൂടും ഉണ്ടായിരുന്നില്ല, ഒരു നോർമൽ ടെമ്പറേച്ചർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര എക്സോസ്റ്റ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പുറത്തിറങ്ങിയപ്പോഴും ഓക്കെ ക്ലൈമറ്റ് ആയിരുന്നു. ഇതാണ് നമ്മൾ നിന്ന ഹോട്ടൽ, കോസ്മോ ഗ്രാൻഡേ എന്ന് പറഞ്ഞ ഹോട്ടൽ. ഈ ഹോട്ടലിനെ പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു, നല്ലൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ചെന്നൈ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫാമിലിക്ക് നമ്മൾ വരുന്ന സമയത്ത് ഒരു വലിയ റൂമൊന്നുമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോടു കൂടിയും പറയാതിരിക്കാൻ വയ്യാത്തത് നല്ല നീറ്റായിട്ടുള്ള ഒരു ഹോട്ടലാണ്. പിന്നെ വെച്ചാൽ അവിടുത്തെ നമ്മളെപ്പോഴും നോക്കുന്നത് ബാത്റൂം
നീറ്റാണോ. കാരണം നമ്മൾക്ക് എപ്പോഴും നിൽക്കുമ്പോൾ ആ ഒരു കാര്യം നമ്മളെപ്പോഴും ഉറപ്പിക്കണമല്ലോ. അപ്പോൾ ഇവിടുത്തെ വെച്ചാൽ ബാത്റൂം ഞാൻ വന്നപാടെ കയറി നോക്കിയത് ബാത്റൂമായിരുന്നു. നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമായിരുന്നു. ഇതിപ്പോൾ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തതാണ്, എന്നാലും അവർ നല്ല എല്ലാം കറക്റ്റ് നന്നായിട്ടെല്ലാം നോക്കുന്നുണ്ട്, എന്നുവെച്ചാൽ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ റൂമിലേക്ക് വന്നു. പിന്നെ എനിക്ക് കോളേജിലേക്ക് പോകേണ്ട സമയമായതുകൊണ്ട് തന്നെ പിന്നെ പെട്ടെന്ന് ഞാൻ വന്നപാടെ കുഞ്ഞിന് ഒരു മുട്ട വേഗം കെറ്റിൽ ചൂടാക്കി എന്തെങ്കിലും കൊടുത്തിട്ട്, കാരണം ഇവള് നാട്ടിൽ വന്നിട്ട് മോള് തീരെ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നില്ല. മേ ബി ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ എന്താണെന്നറിയില്ല. പിന്നെ കുറേ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ എക്സൈറ്റ്മെൻറ്റോ ഇതൊക്കെ കാരണം ഒട്ടും കഴിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നാട്ടിൽ വന്നപ്പോഴേ ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്, കുഞ്ഞ് ഫുഡ് കഴിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ഇതിൽ. അപ്പോൾ മുട്ട കഴിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോയി മുട്ട വാങ്ങി കെറ്റിലിൽ ചൂടാക്കിയിട്ട് മുട്ട കൊടുക്കാം. പക്ഷേ അന്നും അവൾ മുട്ടയും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ആകെ ടെൻഷനായി. കോളേജിലേക്ക് പോകുമ്പോൾ തന്നെ കുഞ്ഞൊന്നും കഴിക്കാണ്ടാന്നല്ലോ എന്നുള്ളൊരു അമ്മമാർക്ക് മനസ്സിലാവും ഇപ്പം പറയുമ്പോൾ എൻ്റെ ഒരു ഫീലിങ്സ്. കുഞ്ഞിപ്പെണ്ണിട കളിയിലാണ്. സോ ഞാനിതാ പെട്ടെന്ന് റെഡിയായി. എന്നിട്ട് എനിക്ക് എൻ്റെ ചെന്നൈയിൽ വന്ന കാര്യം ഫുൾഫിൽ ചെയ്യണം എന്തായാലും. അപ്പം പെട്ടെന്ന് അവർക്ക് നടത്താൻ വേണ്ടി വേഗം അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ഒരു ഓലയാണ് ഞാൻ ബുക്ക് ചെയ്തത്, ഓല ക്യാബ്. ഊബറും അവിടെ ഉണ്ട്, ഊബർ ഉണ്ട്. പിന്നെ വേറൊരു ആപ്പ് ഉണ്ട് അവിടെ. ആക്ച്വലി ഈ ഒരു ഞങ്ങൾ അവിടെ ഞാൻ ഓൾറെഡി ആ വീഡിയോ ഇട്ടായിരുന്നു. കാരണം നമ്മൾ ചെന്നൈയിലുള്ളവർക്ക് മനസ്സിലാവും എത്രത്തോളം ഇവർ വെച്ചാൽ ഈ ഊബർ അല്ലെങ്കിൽ ഒലയിൽ കൂടെയൊക്കെ നമ്മൾ ബുക്ക് ചെയ്ത് പോകുമ്പം കുറച്ചും കൂടി റേറ്റ് കമ്പയർ ചെയ്യുമ്പം കൂടുതലാണ് അവർ വാങ്ങുന്നത്. ഈവൺ ദോ നമ്മളൊരു ചെറിയ ഡിസ്റ്റൻസ് ആണെങ്കിൽ തന്നെ 100-200 രൂപേൻ്റെ മേലെ അവർ വാങ്ങുന്നുണ്ട് കേട്ടോ. പക്ഷേ ആ ഒരു ആപ്പിൽ പറയുന്ന പൈസയാണ് നമ്മൾ കൊടുക്കേണ്ടത്, പക്ഷേ അത് കുറച്ച് കൂടുതലാണ്. അപ്പം അവിടുത്തെ തന്നെ ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൻ്റെ പേര് ഞാനിപ്പോൾ മറന്നു. ഞാനിവിടെ കൊടുക്കാം കാര്യങ്ങളൊക്കെ. അതിൽ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു എമൗണ്ടേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കോളേജിലേക്ക് പോവുകയാണ്, ഇതാക്കുന്നുണ്ട് എന്നുള്ള ഒരു ടെൻഷനിൽ. പിന്നെ റൂമിലേക്ക് വന്നിട്ട് 12 മണിക്കായിരുന്നു നമുക്ക് ചെക്കൗട്ട്. പിന്നെ ആ സമയമാകുമ്പോൾ നമ്മൾ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്തിട്ടില്ല, അവർ നമ്മളോട് അവിടെ തന്നെ സ്റ്റേ ചെയ്തോളാൻ പറഞ്ഞു. അപ്പം നമ്മൾ അവിടെ ഉള്ള നിയറസ്റ്റ് മോളിൽ പോയി എന്തെങ്കിലും പർച്ചേസ് ചെയ്യാന്നുള്ള രീതിയിൽ എന്നിട്ട് നമ്മൾ നേരെ പോയത്. അവിടെ മാക്സിൽ എന്തോ ഒരു സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. ക്ലിയറൻസ് അല്ല, ഒരു 70% to 50 to 70% ഓഫ്. അപ്പോൾ അവിടെ ചെന്ന് കുറച്ച് സാധനങ്ങളൊക്കെ, കുഞ്ഞിന് കുറച്ച് സാധനം വാങ്ങി, ഞാനൊരു ഡ്രസ്സ് വാങ്ങി, ഏട്ടനൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ ഇതേ കണ്ടാവും ഇങ്ങനെ കുറേ നല്ല നല്ല കുറേ ജ്വല്ലറി. പക്ഷേ ഇത് ഭയങ്കര കോസ്റ്റ്ലി ആട്ടോ, പക്ഷേ ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ വെറുതെ വാങ്ങി ഇവിടെ ഒന്നും ഇടുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ഇതൊന്നും വാങ്ങിയില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെ കണ്ടു. പിന്നെ നമ്മൾ മെക്ഡി കയറി ഒരു ഫുഡ് ഓർഡർ ചെയ്തു. അവിടെ നിന്ന് പുറത്ത് പോയിട്ട് വേറെ ഫുഡ് കഴിക്കണം, ലൈക്ക് റൈസ് ഐറ്റം എന്തായാലും കഴിക്കണം, കാരണം കുഞ്ഞിപ്പെണ്ണിന് കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് അവിടെ നിന്ന് കഴിച്ചിട്ട് നമ്മളിപ്പം ചെന്നൈ എയർപോർട്ടിലെത്തി. നമ്മൾ ആക്ച്വലി ടിക്കറ്റ് കൺഫേം ആവും തന്നെ വിചാരിക്കുന്നു, വലിയ തിരക്കൊന്നുമില്ല. പക്ഷേ ഒരു ഇപ്പം 6:51 ആയി. ഇപ്പം 8 മണി 8:30 ആകുമ്പോൾ 8 മണിക്കുള്ളിലൊക്കെ മെസ്സേജ് വരുന്നതായിരുന്നു കൺഫർമേഷൻ്റെ. കാരണം ഇവിടുന്ന് അങ്ങോട്ടേക്ക് വലിയ തിരക്കില്ല, അതുകൊണ്ട് ടിക്കറ്റ് ഒരു കൺഫർമേഷൻ ആവും തന്നെ നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പം കുഞ്ഞിപ്പെണ്ണിത് ഉറങ്ങി, ഏട്ടനോടെയുണ്ട്, നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ലോഞ്ചിലേക്ക് പോകണമെങ്കിലൊക്കെ കൺഫർമേഷൻ ആയതിനു ശേഷം നമുക്ക് അതൊക്കെ അവിടെയൊക്കെ പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ ഒരു ഏരിയയിൽ വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ബാക്കി വിശേഷം ഫ്ലൈറ്റ് കയറിയതിന് ശേഷം കാണാം. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ ഒരു 8:30 ആയപ്പം ടിക്കറ്റ് കൺഫേം ആയി എന്ന് പറഞ്ഞ മെസ്സേജ് വന്നു. പിന്നെ നമ്മൾ വേഗം ലോഞ്ചിൽ പോയിണ്ടായി. ടൈം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ലോഞ്ചിൽ പെട്ടെന്ന് പോയി. ജസ്റ്റ് എന്തോ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ ഫ്ലൈറ്റ് കയറിയിരുന്നപ്പം തന്നെ കുഞ്ഞിപ്പെണ്ണത് സ്ക്രീനിൽ എന്തൊക്കെയോ പിടിച്ച് ഞെക്കുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞാൻ എന്തോ ഒരു പാട്ടോ എന്തോ സംഭവം പ്ലേ ചെയ്ത് കൊടുത്തു. പിന്നെ അത് നമ്മളെ 10 മണിയായപ്പോൾ ഫ്ലൈറ്റ് 10:15 ആയിരുന്നു ഫ്ലൈറ്റ് എടുത്തപ്പോൾ. നമ്മളതാ തിരിച്ച് ദുബായിയുടെ മണ്ണിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഈ വ്ളോഗ് എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഓക്കെ, ടാറ്റ, ബൈ ബൈ.